ഇന്നലെ ജിമ്മിൽ പോയി നടുവേനെ പിടിച്ച് പൈസ താമര ഓടിക്കാൻ വേണ്ടി പോകുന്നതിന്റെ പ്രിപ്പറേഷൻ ആണ് കഴിച്ചു. ഇജാസിന് മസാജ് പാർലറിലൊക്കെ പോയിട്ട് പരിചയമുള്ളതുകൊണ്ട് ഇജാസ് നന്നായിട്ട് മസാജ് കള്ളി. സഞ്ജയ് നമ്മളിന്ന് എങ്ങോട്ടാ പോകുന്നത്? നമ്മളിന്ന് താമര പറക്കാനാണ് പോകുന്നത്. ജിതിൻ ചാടി താമര പറിച്ച് സാഹസികത കാണിച്ച് നമ്മളെ കാണിക്കും. അതിന്റെ കൂടെ ഇജാസിന്റെ മൽപ്പിടുത്തവും നമുക്ക് കാണാം. പൊട്ട് പൊട്ട് നമ്മൾ പോയിട്ട് വരാം. ഗൈസ്, അപ്പോൾ നമ്മളെ യാത്ര തുടങ്ങുകയാണ്. എവിടെ പോകുന്ന വെച്ചാൽ താമര വരെ ജിതിനുണ്ട്, സഞ്ജയ് ഉണ്ട്, ഇജാസ് ഉണ്ട്, എൻ്റെ വണ്ടിയുണ്ട്. നമ്മൾ ആരെങ്കിലും ഒഫൻസീവായിട്ട് വന്നാൽ ഇതുവരെ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളിനി അവന്റെ അച്ഛന്റെ കറി പുറത്തോണ്ട് വന്നു. നമ്മളങ്ങനെ ജംഗ്ഷനെത്തി. ഇവിടെ പോലീസ് ഒന്നും അറിയത്തില്ല. പോലീസ് ഉണ്ടെങ്കിൽ നമ്മൾ പോലീസ് അങ്ങനെ നമ്മളെ സ്പോട്ടിലെത്തി. താമരയുടെ സ്പോട്ടിലെത്തി. ഉണ്ടോ ഇഷ്ടംപോലെ താമര. ഇതിനെ ഇറങ്ങി പറിക്കാൻ പോകുന്നത് ജിതിൻ എസ് ജയൻ, സഞ്ജയ്, കാലി വയ്യാത്ത സഞ്ജയ്, നടുവയ്യാത്ത ഞാൻ, ഇജാസ്. ഇവനൊന്നും വയ്യ. ഇന്ന് എന്തായാലും നമ്മളൊരു താമര പറിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. എങ്ങനെയായാലും താമര പറിക്കുമെന്ന് ഇജാസ്. ഫ്രൈ ആണ് രാത്രി. ഇതുവഴി എങ്ങനെ സഞ്ജയ് ഇറങ്ങുമെന്നാണ്. ബിബിൻ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇടിച്ചിട്ട് ഇത്രയും കഴപ്പം കാണിക്കുന്നുണ്ട്. കണ്ട എടാ, നിനക്കൊക്കെ വയ്യടാ. എടാ പയ്യെ ഇറങ്ങടാ, എനിക്ക് പേടിയാവുന്നു ഇത് കണ്ടിട്ട്. പ്രതിഭ ചേച്ചി കാണുകയാണെങ്കിൽ ചേച്ചിയുടെ ചെരുപ്പല്ലേ ഇടുന്നത്. പ്രതിഭ ചേച്ചിയാണെങ്കിൽ ചേച്ചിയുടെ ചെരുപ്പ്. ഇവൻ മിക്കാനും ചറക്കി വീരാൻ പോണ ഞാനാ. അയ്യോ, ഓക്കെ. ഇജാസ് പോയി. ഇജാസിന് ഈ കണ്ടം കണ്ട പ്രത്യേക ഇഷ്ടമാണ്. അല്ലേലും കുറ്റിക്കാട് എന്ന് പറഞ്ഞാൽ വളരെ അതെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അഞ്ച് കുഴിയിലൊന്നും പോയി വീഴല്ലേ, എനിക്ക് പേടിയാവുന്നു. എടാ പാമ്പുണ്ടാവോടാ ഇവിടെ? ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു ബലമായി പിടിച്ചുകൊണ്ട് വരുന്നതാണ്. ജാസ് വന്നില്ലെങ്കിൽ ഫുഡ് തരത്തില്ല എന്ന് പറയുന്നു രാത്രി. അതാണ്. ഇവിടെ ഫുള്ള് താമര, അടിപൊളി താമര. പക്ഷെ കാണാൻ നല്ല രസമാണ് താമര, അടിപൊളി. പുറത്തൻ ചത്തനെ. ഇജാസ് എന്തോ അങ്ങനെ ഇരിക്കുന്നേ. മന ഇജാസേ. ഓക്കെ, ഞാൻ ഇവിടുന്ന് അവിടെ ചാടാം, എന്നിട്ട് പറിക്കാം. നല്ല രസമുണ്ട് താമര. എത്തിയിരിക്കും. ചാട്. പക്ഷെ ആഴമില്ലാന്ന് തോന്നല്ലേ? ആഴമില്ല, പക്ഷെ ഊമ്പിയ നാറ്റുള്ള ചെറിയ വലിയ സ്മെല്ലില്ല. നീ ചാടറാ, ചാട്. ജിതിൻ അവിടെ ചാടി നമുക്ക് വേണ്ടി അത് എടുക്കുന്നതായിരിക്കും. അതാടാ കാല് വയ്യാത്തടുത്ത് കാലും വെച്ച്
താമര മൊട്ട് സുഖമായിട്ട് കിട്ടും കേട്ടോ. തിരിച്ച് ഈ കാലില കംപ്ലൈന്റ് ഉള്ള കാലാണ് ആദ്യം വെച്ചത്. ഓഫ് റൊമാൻറ്റിക് സീൻസ്. ഇതെല്ലാം ഇതെടുപ്പോ അടുത്ത മണ്ണി ചോട്ട് അത്ര ഉള്ളു. ഇത് ചതുപ്പടാ മൊട്ട് അടിന്ന് പറയും അത്ര ഉള്ളു ബ്രോ. എടാ ഈ ഒരു താമര പറിക്കാനാണോ നീ മേടിച്ച് വന്നേ? അല്ല നമ്മള് താമര തൈ പറിക്കും. ആ താമരക്ക് മുകളിൽ സിനിമാറ്റിക് ഉണ്ടായിരുന്നു ഒരു വീഡിയോ എടുക്കാൻ. നിങ്ങളെ വീഡിയോ എടുത്ത് ഞാൻ സിനിമാറ്റിക്സിൽ നല്ല വീഡിയോ എടുക്കട്ടെ. കൊമ്പല്ലേ വേണ്ടേ? സത്യം സത്യം. എടുത്ത് മുട്ടുള്ള തൈ കിട്ടും. തൈ ട്യൂബർ കിട്ടും. ഇത് തൈയല്ലേ? പക്ഷെ ഒരു ഗുമ്മില്ലാത്ത താമര ഒരു എന്തോ പോരാ ഇല്ലേ? എടാ എന്തോന്നാ കാണിക്കുന്നത് സഞ്ജയ്? കുഴിയിലൊന്നും പോയില്ല, അഴുക്ക വെള്ളം ഇത്. മറ്റേ പായല് അക്കോറത്തിലിടണ പായലൊക്കെ ഇവിടെ കിട്ടും. ഞാൻ ത്രികോണമായി. ഇതാ അവരുടെ സ്നേഹം പങ്കിടുന്നു. സോറി. ഇതാ എൻ്റെ റൂംമേറ്റ്. ഇതാ കുഴിയിൽ വീണ ചത്തു. ഇനി ഞാൻ ഒറ്റയ്ക്ക് ഫണ്ട് അടക്കേണ്ടി വരും. ഇതിനെ ചാവല്ലേ, എനിക്ക് ഒറ്റയ്ക്ക് പൈസ അടയ്ക്കാൻ വയ്യ. അത് എവിടെ പോയി? അനിയ അങ്ങ് പോണ്ട, കേറ്. ചേച്ചിയുടെ ചെരുപ്പ് ഇതാ പോയി. നിനക്ക് നീന്താ അറിയല്ലോ, പിന്നെന്തിനു പേടിക്കുന്നേ? അസഭ്യമായ വാക്കുകൾ. എടാ ഇത് പക്ഷെ ഒരു ഗുമ്മില്ലാത്ത താമര അല്ലേ? അവൻ താമരയുടെ അടിവേര് തൊട്ട് മൊണ്ട വരെ പറിച്ച്. സത്യം. ഈ വീഡിയോ കൊണ്ട് ചോദിക്കുന്നവരെല്ലാവർക്കും ഒരു താമര അല്ലേ? നാളെ ഈ വീഡിയോ കൊണ്ട് ചോദിക്കുന്ന എല്ലാവർക്കും ഒരു താമര കൊടുക്കും. ഇതാ ഗൈസ്, ഇജാസ് താമര എടുക്കാനാ നോക്കുന്ന. പക്ഷേ ഓണർ ലൈവ് ആണെന്നെങ്കിൽ ആ കമ്പ് വെച്ച് എന്തൊക്കെ ഇവന്മാര് കാണിക്കുമോ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതായത് അഴുക്ക വെള്ളോടാ, ചൊറി കുടിക്കൂടാ. നീ കൊള്ളാമല്ലോടി പെണ്ണേ. ഇതെന്തോന്നടാ? നട്ടു വയ്ക്കാനാ? ഗൈസ് കാട്ടുപന്നി. എന്റെ ചെരുപ്പ് പോയി. എന്റെ ചെരുപ്പ് പോയി ഇതിന്റെ അകത്ത്. എടാ തപ്പിയടാ. എടാ എന്റെ ചെരുപ്പ് പോയി. എന്റെ ചെരുപ്പ് പോയി. എന്തോ 3x ഇട്ട് കളിക്കുന്നേ അവിടെ. കിട്ടി. നീ പേടിപ്പിച്ചു.
ഫോട്ടോ എടുത്തോ കട്ടൊന്നില്ല. ആ അറിയത്തില്ല, ഞാൻ ജീവനം കൊണ്ട് ഓടി. ഗൈസ് ഹണ്ടിങ് കാട്ടുപന്നി. ലൈവ് ഗൈസ് ഒറ്റപ്പന്നി കാണാനില്ല ഗൈസ്. ഒറ്റപ്പന്നി വന്നപ്പോ ഈ പന്നികളൊക്കെ പാടെ എന്നെ ഇട്ടിട്ട് ഓടി. കാല് വെച്ച സഞ്ചിയാണ് ഗൈസ് ഇത്. നമ്മൾ ഇത്രയും നേരം കൊണ്ട് ഇത്രയും പൂളെടുത്തു. സഞ്ചി എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. നാളെ എല്ലാവർക്കും ഓരോ താമരത്തൈ. ഗൈസ് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. വിഷിംഗ് ലൊക്കേഷനാണ്. ഒരു പന്നി കുത്താൻ വന്നാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കണം. ഇത് കണ്ട സഞ്ജയ് കാല് വയ്യാന്ന് തോന്നുന്നു. ഇനിയാ ഒരിക്കലും ഇതെന്റെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കണം. എന്റെ അച്ഛനെ അയച്ചു കൊടുക്കുന്നു. അനോണിമസ് ആയി അയച്ചു കൊടുക്കും. അപ്പം സഞ്ജയ് നിന്റെ വീട്ടിൽ വീഡിയോ എത്തി അനോണിമസ് ആയിട്ട് വിഗ്നേഷ് ആയിരിക്കും. ഇത് കണ്ട ആരെയും അയച്ചു കൊടുക്കും മിക്കവാറും. എന്നിട്ട് എന്റെ തലയായിരിക്കും ഇത് മിക്കവാറും ഒന്നേ വിഗ്നേഷ് അല്ലെങ്കിൽ അർജുൻ. എനിക്ക് എന്റെ വീട്ടുകാർ നമ്പർ പോലും ഇല്ല. ഞാൻ ഗൂഗിളിൽ സെർച്ച്. അപ്പൊ ഈ വീഡിയോ കാണാൻ ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാം. സ്റ്റാർ കെന്നൽസ്, ഗൂഗിൾ സ്റ്റാർ കെന്നൽസ്. താമരക്ക് മുള്ളുണ്ടാ. എടാ ഞാൻ വെള്ളത്തിൽ ഇറങ്ങാതെ. എടാ എന്റെ ജിം പാന്റ് പോവാടാ. കാരണം നീ എന്തിനാ ഓടിയത്? എടാ നീയൊക്കെ അത് കുത്താൻ വരും ചാർജ് ചെയ്ത് വന്നാ ഒക്കെ പാടെ ആണല്ലേ. എനിക്കറിയാം. തുന്തൂനി അവിടെ മരണോ? ഈ കമ്പെടുത്ത് ഒരടി തലയിൽ. ഈ കമ്പം കൊടിയും നമ്മൾ ചാവും. കമ്പോട്ട് അടിച്ച് നിൽക്കാൻ പറ്റുമോ? ഓടാ അത് ഭയങ്കര ഫോഴ്സോ. ഇതിനടിയിൽ പാമ്പ് വരും. വെള്ളത്തിൽ കടിക്കുന്ന പാമ്പില് വിഷമില്ലടാ. പോടാ, വെള്ളത്തിലുള്ള ഏറ്റവും വിഷമുള്ള നിങ്ങൾ എന്റെ വീഡിയോക്ക് റേറ്റ് ചെയ്യണം. ഇതെങ്ങനെയാ? അതല്ല, ഇവൻ കേറി പോയി ഇതല്ല ഈ ഒറ്റക്കാര്യം കൊണ്ടാ ചെയ്യുന്ന. അവന്റെ റൈറ്റ് ലെഗിൽ കമ്പിട്ട് 2 മാസമായുള്ളൂ. അങ്ങനെയൊന്നും താഴത്തില്ലടാ. ഇത് രണ്ടും നമുക്ക്. അപ്പൊ എനിക്കോ? എന്നാ ഇപ്പൊ അടി ഉണ്ടാക്കും. നമുക്കിനി അങ്ങോട്ട് കയറാം. അങ്ങോട്ട് എക്സ്പ്ലോർ ഇൻ ദാറ്റ് റീജിയൻ. നമ്മളിനി ഗൈസ് ആ റീജിയനിലോട്ട് പോകും. അതൊക്കെ അൺടച്ച്ഡ് ഏരിയ. അതന്നെ. നമ്മൾ ബാങ്ക് വിളിക്കുന്നു. നിജാസേ ഇതൊന്നും ഇജാസിന് അറിഞ്ഞൂടാന്നാ പറഞ്ഞത്. ഇജാസെ പറഞ്ഞു കാണിച്ചോട്. നമുക്ക് ബാങ്ക് വിളിക്കണവരെ ഒരു നിമിഷം നമുക്ക് നിശബ്ദമായിരിക്കാം. അറ്റൻഷൻ. പൊട്ടനാ താമര കേട്ടില്ലടാ. ഇത് മുള്ളാണ്. എടാ ഇത് കഴിയുമ്പോ വിളിക്കാം. അവരുടെ ശരിക്കുള്ളതാണ്. ബ്രോ എക്സ്പോസിങ് ഹിംസെൽഫ്. എടാ അവിടെ വെച്ചിട്ട് അവിടെ എന്റെ ചെരുപ്പ് കിടപ്പുണ്ട്. അവിടെ ഇട്ട് നോക്കണേടാ. അത് പറഞ്ഞാൽ വേണമെങ്കിൽ കയ്യിൽ വെച്ച് അമ്മേര് മുള്ളു. അയ്യോ അങ്ങനെ ഇത് എന്റെ എക്സ്പീരിയൻസ് എന്തോ താമര വരയ്ക്കുന്നതിൽ. താമര എടുക്കാൻ നല്ല കഴിവ് വേണം. അതെ, കലാപരമായി
കഴിവ് വേണം. അതെ, ഒരു കഴിവുമില്ല. നെയ്യാർ ഡാമിലെ വേടന. നെയ്യാർ ഡാമിലുള്ള വേടനും അഞ്ചലുള്ള വേടനും. എടാ പന്നി 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 ഒറ്റപ്പന്നിയാണ്. വിഘ്നേഷ് അത് ചാർജ് ചെയ്ത് പോകുന്നതായിരിക്കും. അളിഞ്ഞ കൈ കൊണ്ടൊന്ന് എടുത്ത് എല്ലാവർക്കും പേടിയാണ് ഗൈസ്. ഒറ്റപ്പന്നി ഞാൻ പോയി വണ്ടി സ്റ്റാർട്ടാക്കി ഒരു പന്നി എന്ന് പറയുമ്പോൾ ഓടുവാണ്. ആദ്യം ഓടുന്നത് ഞാനാ. അളിയോ അത് വന്നോണ്ടല്ലോ, അതൊന്ന് ഇടിച്ചോണ്ടല്ലോ കയ്യൊക്കെ ഒടിഞ്ഞു പോകും. ഇതിനോ അതാരാ അവര് മേലുള്ള ആൾക്കാര് ഇവിടെ നിന്ന് പോവാൻ പറയുന്നുണ്ട് ഗൈസ്. ഒറ്റപ്പന്നിനെ കണ്ടിട്ട് നമ്മളെത്താണോ പോകാൻ പറഞ്ഞ? പന്നിയെടുത്ത് പറയാനാ നമ്മളടുത്ത് പോകാൻ പറയുന്നു. പന്നി ഉള്ളതുകൊണ്ട് പന്നിക്ക് വരെ ലജ്ജാവഹം. അങ്ങനെയാണ് നമ്മളവിടെ നിന്നെ. സത്യം സത്യം. എടാ നമുക്ക് നമ്മളെ ജീവനല്ലേ വലുത്. നീയൊക്കെ പേടിച്ച നിന്നെയൊക്കെ വിശ്വസിച്ച് വന്ന വേറൊരു കാര്യമുണ്ട്. ഇവന്റെ കാല് ഡാമേജ് ആവണ്ട, അല്ലെങ്കിൽ ആദ്യം ഓടുന്ന ഇവനായിരുന്നു. സത്യം. എന്നിട്ട് നമ്മളെ ഇട്ടിട്ട് ഓടിയാണ് അവിടെ. നമ്മളെ കാണത്തോലും ഇല്ലത്. പന്നി നമ്മളെ ചേസ് ചെയ്യുന്ന കേസ്. പന്നി ചേസ്. എടാ പന്നി പാവളാ അവിടെ നിക്കുന്നു. പാവമായിട്ട് വന്ന് എല്ലാവർക്കും നിങ്ങൾ ഉമ്മം കൊടുക്കൂ. എടാ കമ്പുന്നടാ, എന്റെ കാല് ചറുക്കുന്നു. മുള്ളടാ. എനിക്ക് ചെരുപ്പില്ല ഇപ്പൊ. എന്തിനാണ് വെച്ചിരിപ്പ്? കൊച്ചു പോലല്ലേ മുള്ളു കയറി. എടാ ഇത് ഞാൻ തിരിച്ചു വരോടാ. ഇത് ഞാൻ എടാ ഇവനെ വലിച്ച് ഹെൽപ്പ് ചെയ്യടാ ഇജാസ്. എടാ ഞാൻ ചേർക്കുന്നു എന്റെ ചെരുപ്പ് ചേർക്കുന്നു. എടാ എന്നെ കൂടെ എന്റെ ചെരുപ്പ് ചേർക്കുക. പിടി എടാ കൈ പിടി. പോവാൻ പിടിക്കാൻ കൈ. ഇതാണ് ഫ്രണ്ട്സ്. നേരെ ക്യാമറയെല്ലാം കയറി പിടിച്ച്. എന്റെ ചെരുപ്പ് ചെറുക്കല. രാജസ്ഥാനിലാരും വെള്ളമില്ലാന്ന് പറയുന്നത്. അത് ഫുള്ള് ഈ കാണുന്നത് ഫുള്ള് വെള്ളമാണ്. കലങ്ങിയ വെള്ളം. വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. ശരിയാ. പണ്ടൊരു ഇതില്ലേ ചുറ്റിനും വെള്ളം, പക്ഷെ ഒരു തുള്ളി പോലും കുടിക്കാനില്ല. അതാ കൊരങ്ങൻ ഇജാസിന്റെ അച്ഛൻ. അയ്യോ എടാ ഇതാരാടാ ഇതിനേത്? കൊരങ്ങനാണോ? ആരൊക്കെ ഇജാസിന്റെ ബാപ്പച്ചി എന്നൊക്കെ പറയുന്നത്, പക്ഷെ ഇത് കൊരങ്ങനാ. ഇജാസിന്റെ ബാപ്പച്ചി കുറച്ചും കൂടി നികയാ. അതെ ഞാൻ പിടിക്കുന്നത് അവനോട് കഴുത്ത് വയ്യ. ഇവിടെ ഇട്ടിട്ടങ്ങ് പോവും. ആ കൈ കൊടുത്തടാ ചെറുക്ക. ഇജാസ് ഇതായിരിക്കുന്നു. വണ്ടിറാ. ഓ ലൈറ്റ്. Bro, don't use N-word. N-word is racist. ഇതൊരു ഫ്രണ്ട് കൊടുന്ന് താമരപ്പറമ്പ് ഫ്രണ്ടിൽ നിന്ന് പോകുന്നു.
താമര നടന്നു പോണു. താമരാക്കം തുള്ള. താമര മണിയടിക്കുന്നത് വിളക്ക് കത്തിക്കണമെന്ന് തോന്നുന്നു. വിളക്ക് കത്തിച്ചൊക്കെ കാരം മറന്നു. ഫൈറ്റ് 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 WWE buddy let's go. ഹലോ ഗൈസ്, അങ്ങനെ നമ്മളെ വീടെത്തി. എൻ്റെ കൂടെ ജീവനുണ്ട്, ദൈവമാരെത്തി. നമ്മളെ സാധനങ്ങൾ അൺബോക്സ് ചെയ്യാണ്. അൺബോക്സ് അല്ലല്ലോ, എടുത്ത് വയ്ക്കുകയാണ്. അത് ചെരുപ്പ്, പ്രതിഭ ചേച്ചിയുടെ ചെരുപ്പ് OG ക്രോക്സ് ആണ് ആ കവറിൽ കിടക്കുന്നത്. OG ക്രോക്സ് ആ കവറിൽ കിടക്കുന്ന ഇജാസ്. ഇതാണ് നമ്മളെ വീട്. ഒരുത്തൻ കാട്ടിലിരിക്കുന്നു, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഐ ലവ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ ഡൈഹാർഡ് ഫാനാണ്. സുരേഷ് ഗോപി കാണുന്നെങ്കിൽ പ്ലീസ്, ഇവൻ ഡൈഹാർഡ് ഫാനാണ് സുരേഷ് ഗോപിയുടെ. ഇതിലെ നിന്റെ ക്രോക്സ് ആണ് ആ കവറിന്റെ അകത്ത്. പേടിച്ചു പോയാ നമ്മളെ ചെറിയ പോണ്ടാണ്. ഞാനും ജിതിനും ബിതിനും കൂടെ സെറ്റ് ചെയ്തതാണ്. കഷ്ടപ്പെട്ട് കുഴിച്ച്. ആ 2 മീനുണ്ട്, ഒരു റെഡും ഒരു വൈറ്റും. ഇത്ര റെക്കോർഡ് ചെയ്തില്ലേ ഡൗട്ട് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ഒരു മീൻ 2 മീനുണ്ട്. ഇത് പോയാടാ ചെടി? ഇല്ലല്ലോ, പുതിയ ചെടി, പുതിയ ഇല വരുമല്ലേ. ഇനി താമരയും വരും. സുരേഷ് ഗോപിയുടെ ഡയറ്റ് ഫാൻ. ഈ ചെടി ഫുൾ അഴുകിയാടാ. പഴയ ചെടി കേട്ടാ. ഇടാണ് പുതിയ താമര ഇത് വരുന്നുണ്ടല്ലോ. 2 മീനുണ്ട് കൈസിനകത്ത്. ആ അല്ലേ കൂടെ മുക്കണടാ. അതുകൊണ്ട് 2 ഓറഞ്ചും ഈ വെള്ളക്ക് കുറച്ചുകൂടെ ലീഫ് ഉണ്ടോടാ? എന്തോ തൈ? ഞാൻ തൈ ഇതിനകത്ത് ഇട്ട് ഞാൻ ഇട്ട് ഓർമ്മ ഇതും കളഞ്ഞടാ. അല്ല, ഇജാസ് കളഞ്ഞ ഇട്ടിട്ടുണ്ട്. ഇവിടെ കാണാണ്ടല്ലേ. അഡ്വൈസർ ബിദുൽ. അതെ, വീട്ടിലുണ്ടെന്ന് ബിദുൽ. വീട്ടിലുണ്ടെങ്കിൽ നമ്മളെന്ത് വേണം? ഖത്തറുള്ളെന്ന് വിചാരിച്ചു. ഇത്രേ ഉള്ളൂ. ഇത് വെക്കണോടാ. അത് വെച്ചാൽ ഇല കെട്ടിയതല്ല. ഇതാ 2 മരടും വെച്ച്. ഇതൊന്നും ഇടല്ലടാ. ജാസ് എൻ്റെ വക. അടഞ്ഞിരിക്കുന്ന ഇങ്ങനെ വലിച്ചു കൊടുക്കാൻ. ഓ പെർഫെക്റ്റ്. കളഞ്ഞടാ. കിട്ടണ്ടവർക്ക് പൂ കിട്ടിയില്ലെങ്കിൽ അവൻ നശിപ്പിച്ച് കളയുന്നുള്ളതിൽ ഉത്തരവാദിത്ത ഒരു എക്സാമ്പിൾ ആണിത്. എടാ, അത് ആർക്കെങ്കിലും കൊടുക്കാറുണ്ടാ. പൂവിനെ നശിപ്പിച്ച് കളയുന്ന മൃഗീയമായ സ്വഭാവമാണ് ഇജാസിനുള്ളത്. മൃഗീയ സ്വഭാവവും. നമ്മൾ സിമ്പതിയും എമ്പതിയും വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? കേട്ടോ?
നമുക്ക് പോയി ഷവർമ്മ ഇന്നാടാ ബാ. നാളെ ആർക്കെങ്കിലും കോളേജിൽ കൊണ്ട് കൊടുക്കാം. വെച്ചോ, വെള്ളത്തിൽ വെച്ചോ. മറ്റേ അത് ഒടിക്കാതാ. അസംബി സബ്സ്ക്രൈബറിന് കൊണ്ട് കൊടുക്കാം. എന്തിനാണ് ബീപ്പ് ഇട്ടോണം പറയുന്നുള്ള. ഒരു ബീപ്പും ഇല്ല. ഡിലീറ്റ് ചെയ്യുന്ന എനിക്കറിയാം. ഒന്നും ഡിലീറ്റ് ചെയ്യില്ല. ഞാൻ ഇന്നൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം ഞാൻ നീ അത് വണ്ടിന്ന് ഡിലീറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടില്ല. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ നിനക്ക് അച്ഛനില്ല. ഉറപ്പാണോ? ഓക്കെ, എല്ലാം ഓക്കെ. പോവാ. നാളെ നമുക്ക് മേലെ പോവാം. എന്തിന്? ഇന്ന് പോ. റൈഡാ?